എല്ലാവർക്കും ബ്യൂട്ടീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന പൊറോട്ട ഉണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും, ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട ഒരെണ്ണം ബാക്കി വന്നിരുന്നു. ഞാൻ മടക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ഒരു ടപ്പയിലാക്കിയിട്ടേ, അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്. ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണവും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണിനടുത്ത്, 1/2 ടീസ്പൂൺ വേണ്ട കേട്ടോ, അതിലും താഴെ മതി, ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഈ പാനിൻ്റെ എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പച്ചക്കറിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പച്ചക്കറികളെല്ലാം കൂടി കിടക്കുന്നതുകൊണ്ട് അത് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ സ്റ്റൗവിൽ പാൻ ചൂടാകാനായിട്ട് വെച്ചില്ലേ, ആ സമയം മുതൽ ഇത് റെഡിയായി കഴിയുന്നിടം വരെ ഏറ്റവും അവസാനം വരെയും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇതിന് മുകളിലേക്ക് ഇനി ചീസ് വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ചീസ് സ്ലൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മൊസറോള ചീസൊക്കെ ആണെങ്കിൽ ചീകിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ചീസ് കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അത്രയും നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊറോട്ട വെച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ പാൻ എടുക്കുമ്പം ഇതുപോലെ ഈ പൊറോട്ടയുടെ ആ ഒരു സൈസിന് പാകത്തിനുള്ള പാനൊക്കെ ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ എല്ലാവരുടെ അടുത്തും അങ്ങനെ കാണില്ലല്ലോ. എന്നിട്ടിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം, 4-5 മിനിറ്റ് മതി, 5 മിനിറ്റിൽ കൂടാൻ പാടില്ല, കരിഞ്ഞു പോകും. മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്നിട്ട് ഇത് കണ്ടോ, ഞാൻ ഇതിൽ മറിച്ചിടുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. അടപ്പിലേക്ക് ചെരിച്ചങ്ങ് എടുത്തിട്ടിട്ട് പിന്നെ ഈ പാൻ കമത്തിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പം വിട്ടു പോരുന്നെന്ന് വരും. ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഇത് തുറന്ന് നമ്മൾ നേരത്തെ ഇത് മറിച്ചിട്ടില്ലേ, ആ ഒരു രീതിക്ക് തന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് മുറിക്കാനായിട്ട് ഞാൻ ഒരിത്തിരി പാടുപെട്ടു കേട്ടോ. ഈ മുട്ടയും പച്ചക്കറിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് പെട്ടെന്നങ്ങ് മുറിഞ്ഞു വന്നു. പക്ഷേ ആ പൊറോട്ടയുടെ ഭാഗം പെട്ടെന്നങ്ങ് മുറിഞ്ഞു വരുന്നില്ലായിരുന്നു. ഇത് ഞാൻ എന്നിട്ട് തിരിച്ചിട്ടിട്ട് ആ പൊറോട്ടയുടെ ഭാഗം അങ്ങ് മുറിച്ചെടുക്കുക ചെയ്തത്. എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ഞാനിതൊരു ട്രയൽ നടത്തിയതായിരുന്നു. വേറൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു ട്രയൽ നടത്തി നോക്കിയതാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെയും മക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പൊറോട്ട പിസ്സ ഉണ്ടോ എന്ന്. എന്തായാലും ഇനി എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഓക്കെ, ബൈ.